guys, welcome to my YouTube channel. This is Vaiga Vipin and you watching Usha's vlogs with Ponni and Muttu. നമുക്ക് ഈ ചാനൽ അടിപൊളിയാക്കണം. സോ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിന് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പല്ല് വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ മറക്കരുതേ. ഫോർ എക്സാമ്പിൾ ക്രോഷ്യറ്റ്, ക്രാഫ്റ്റ്, ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ ചലഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുതേ. അങ്ങനെ നമ്മൾ കുടുങ്ങിയൊക്കെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. ലുലു മാളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം പല്ലൊക്കെ തേച്ചതിന് ശേഷം ഈ ഒരു ന്യൂ സ്റ്റാറിൻ്റെ വാൾനട്ട് സ്ക്രബ്ബ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. വീക്ക്ലി 1 or 2 ഡേയ്സാണ് ഞാനിത് അപ്ലൈ ചെയ്യാറുള്ളത്. നല്ല റിസൾട്ട് തന്നെ ഇതിന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. ബാഗി പാൻറ്റും ഒരു ബനിയാനുമാണ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് പോയി ഒരുങ്ങിയിട്ട് വരാം. യെസ് ഗായ്സ്, നമ്മൾ ഒരുങ്ങിയിട്ട് വന്നല്ലോ. എങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ നമ്മുടെ മുടിയൊക്കെ ഒരുമാതിരി സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നു. ബിക്കോസ് ഇന്നലെ ഞാൻ എൻ്റെ മുടിയിൽ നിറച്ച എണ്ണ തേച്ചിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഇനി വായോ, നമുക്ക് പോയി ഷൂ ഇട്ടിട്ട് വരാം. പിന്നെ നിങ്ങളുടെയൊക്കെ പേരും പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഏറ്റവും കൂടുതൽ ലൈക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണോ കിട്ടുന്നത് ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് വെച്ച് നമ്മൾ നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെറപ്പറാന്ന് ലൈക്കൊക്കെ ചെയ്യണേ. ഏത് ഡിസ്ട്രിക്റ്റാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ആ സമയത്തായിരുന്നു പപ്പയും അമ്മയും ഏതോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടുകൊണ്ടിരുന്നത്. ഏത് സിനിമയാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. അപ്പം നമുക്ക് പോയി ഇട്ടിട്ട് വരാം. ഇത് ആക്ച്വലി ഞാൻ മറന്ന കാര്യം, കുറച്ച് ദിവസം മുമ്പേ ഞാൻ ബീച്ചിൽ പോയിരുന്നു. സോ അവിടെ പോയി കുളിച്ച സമയത്ത് ഞാൻ ഇതൊക്കെ ഊരി വെച്ചിട്ടാണ് പോയിരുന്നത്. അമ്മ അതെടുത്ത് ബാഗിലിട്ടു. സോ ഞാൻ അത് പുറത്തിറക്കാൻ മറന്നുപോയി. അങ്ങനെയാണ് ഞാൻ ഇപ്പം മറന്നത്. അപ്പോൾ നമുക്കിതൊക്കെ പോയി ഇട്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എൻ്റെ കൂട്ടുകാരി എൻ്റെ പേരെഴുതി എനിക്ക് ഉണ്ടാക്കി തന്നെയാണ്. നല്ല രസമുണ്ട്. ഇപ്പുറത്തെ കയ്യിൽ ഞാൻ വാച്ചുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നെയിലിൽ ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. ആക്ച്വലി എനിക്ക് നിറച്ച് നെയിലുണ്ടായിരുന്നു, അതെല്ലാം എങ്ങനെയോ ഒടിഞ്ഞു പോയി. സോ നമുക്ക് നെയിൽ പോളിഷെങ്കിലും ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വരാം. അപ്പോൾ നെയിൽ പോളിഷ് എനിക്ക് അധികം നന്നായിട്ടൊന്നും ഇടാൻ അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വായോ, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മുടെ ലുലു മാളും ഹോട്ടലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരാം. A few minutes later. അതെ ഗായ്സ്, a few minutes later നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് വന്നു. വാഴയിലയിൽ നമ്മൾ എന്തൊക്കെയാണ്, ദോശ വന്നു, മുട്ട പൊരിച്ചത് വന്നു, പിന്നെ സാമ്പാർ വന്നു, പപ്പടം വന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് ഹൈവേയുടെ ആ സൈഡിലുള്ളൊരു കടയായിരുന്നേ. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈവേ എന്ന് പറയുന്നത്. വെളുപ്പിനേക്ക് ഇവിടെ ലൈറ്റ്സ് ആയിരിക്കും. പിന്നെ ഇന്ന് എന്തോ അവധി ദിവസം ആയതുകൊണ്ടാണ് ഹോട്ടലൊന്നും തുറക്കാത്തത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ലുലു മാളിലേക്ക് പോവാണ്. ഇതൊക്കെയാണ് ലുലു മാളിൽ പോകുമ്പോഴുള്ള ഹൈവേയുടെ ഒരു സൈഡെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഫൈനലി കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ലുലു മാളിലേക്ക് എത്തി. നമ്മൾ ആദ്യം തന്നെ എസ്കലേറ്ററിൽ കയറി നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്കാണ് പോയത്. അവിടെയാണല്ലോ നമ്മുടെ ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. സോ അവിടെ നമ്മൾ കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ഐസ്ക്രീമാണ്. നല്ല കിഡു സ്ട്രോബെറി ഐസ്ക്രീമായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുമെങ്കിലും ബട്ട് അകത്ത് നല്ല ക്വാണ്ടിറ്റി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമായിരുന്നു കേട്ടോ. കൂടെ സൈഡിൽ മൊത്തം സ്ട്രോബെറിയൊക്കെ ഇട്ടു. അതിനുശേഷം അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്ക് പോകണം. അവിടെയാണല്ലോ നമ്മുടെ ഗ്രോസറിയും ബിസ്ക്കറ്റ് അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ നട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. നട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ കാരണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ നട്ട്സ് കഴിക്കാറുണ്ട്. നിങ്ങളും അത് കഴിക്കണം, നിങ്ങളുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത്, ഈ കാണിക്കുന്ന സൈഡെന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് നട്ട്സിൻ്റെ സെക്ഷനാണ്. ഇവിടെയാണ് കിവി, ഡ്രൈഡ് കിവിയും അതും ഇതും ഒക്കെ ഉള്ളത്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാലക്സിയുടെ
എന്തോ ഒരു ഓഫർ കണ്ടത്, ബൈ 2 get 1 ഫ്രീ. ഞങ്ങളിത് വാങ്ങിച്ചില്ലായിരുന്നു, ബിക്കോസ് നമ്മളിത് കഴിക്കാറില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ചോക്കോസ്, ബിസ്ക്കറ്റ് അതൊക്കെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയത്. നമ്മൾ ചോക്കോസ് എന്നും കഴിക്കാറുണ്ട് പാലിലിട്ട്, സോ അതുകൊണ്ടാണ് നമ്മൾ ചോക്കോസ് മേടിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ ചിക്കൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. എന്ത് വെറൈറ്റി ചിക്കൻ്റെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ചിലതിൻ്റെ ഒന്നും പേര് പോലും അറിയത്തില്ല. കണ്ട ഇപ്പുറത്തെ സെക്ഷനിൽ എന്തൊക്കെയോ ഇരിക്കുന്നു, നമുക്ക് ഇതിൻ്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് പല വെറൈറ്റി, അതിൻ്റെ മട്ടൻ്റെ തലച്ചോറ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈ സാധനത്തിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഭയങ്കര തിരക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാറി നിന്നു കേട്ടോ. അപ്പോൾ ആ മാറി നിന്ന സ്ഥലത്ത് ഇവിടെ കോക്കനട്ടിൻ്റെ പലതരം വെറൈറ്റി ചമ്മന്തിപ്പൊടി കണ്ടു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യണേ. ആ ഒരു ടൈമിലായിരുന്നു അമ്മ ഒരു വലിയ പാക്കറ്റ് സോസ് എടുത്തുകൊണ്ട് വന്നത്. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരത്തിൻ്റെ കൂടെ സോസ് കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയ സോസ് എടുത്തത്. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ്റെ സെക്ഷനിൽ തന്നെ പോസ്റ്റ് ആയിരിക്കുകയാണെന്ന്. ആ ടൈമിൽ എൻ്റെ ഫോണിലെ സൗണ്ട് എന്തോ ഓഫായിരുന്നു. ആ ടൈമിലായിരുന്നു പപ്പ ചിക്കനുമായിട്ട് വന്നത്. പിന്നെ നമ്മൾ ചടപടേന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ബില്ലടിക്കാനായിരുന്നു പോയിരുന്നത്. നമ്മൾ ഇന്ന് മറ്റേ വാഴ 2 കാണാൻ വേണ്ടി കളിക്കവള പോകുന്നുണ്ടായിരുന്നു. അപ്പം 2:30ക്കാണ് ഷോ. നമ്മളിവിടെ എത്തിയപ്പോൾ 12 മണി, ഇറങ്ങിയപ്പം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ വാഴ 2 കാണാൻ പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ടൈമിലൊക്കെ ഫോണിലെ സൗണ്ട് എന്തോ ഓഫായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയോ ബാഗ് ഡെപ്പോസിറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളധികം ബാഗുകളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും കൊടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിംഗ് സ്പേസിൽ പോയി നമ്മുടെ വണ്ടിയൊക്കെ കണ്ടുപിടിച്ചു. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ സിനിമയ്ക്കും പോയി, ബീച്ചിലും പോയിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്ന് പറക്കുകയാണ് ഈ ഒരു ഷെല്ലെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ച സ്ട്രോബെറിയും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ ചോക്കോസ്, ബിസ്ക്കറ്റ് അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. എല്ലായിടവും പോയിട്ട് വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കുറേ നേരം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്ത് മുത്തിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ കുളിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി പിന്നീട് വരാം. ബൈ ബൈ.